ഹലോ! ഒരു പുതിയ തുടക്കത്തിലേക്ക് സ്വാഗതം. ഇത് ഒരു സാധാരണ വ്ലോഗ് മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ നിമിഷങ്ങളാണ്. സന്തോഷവും ക്ഷീണവും ജോലിയും ചെറിയ ചെറിയ സ്വപ്നങ്ങളും ചേർന്ന എൻ്റെ ലോകം. ഞാൻ ഷഹാന. ചില കഥകൾ വലിയ സംഭവങ്ങളിൽ നിന്നല്ല, സാധാരണ ദിവസങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്ന് അത്തരമൊരു ദിവസമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളുമായി പങ്കിടാൻ ഞാൻ ക്യാമറ ഓൺ ചെയ്യുകയാണ്. ഒരു ആശുപത്രി ജീവനക്കാരിയുടെ തിരക്കേറിയ ദിവസങ്ങൾ, വീട്ടിലെ ചെറിയ സന്തോഷങ്ങൾ, ജീവിതത്തിൻ്റെ യഥാർത്ഥ നിമിഷങ്ങൾ, അതാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വരൂ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പോകാം. ജീവിതത്തിൽ ഓഫ് എന്നൊരു ദിവസം ഉണ്ടാകും. പക്ഷേ ഒരു സ്ത്രീക്ക് ശരിക്കും ഓഫ് ഉണ്ടോ? ഇന്ന് എനിക്ക് ലീവാണ്. പക്ഷേ അലാറം അടിക്കുന്നതിന് മുമ്പേ മനസ്സുണരും. കാരണം ഈ വീട്ടിലെ ഓരോ ചെറിയ കാര്യവും എന്നെ കാത്തിരിക്കുന്നു. അടുക്കളയിൽ നിന്ന് തുടങ്ങി വീടിൻ്റെ ഓരോ മൂലയിലേക്കും. ഓരോ ജോലിക്കും പിന്നിൽ ഒരു സ്നേഹമുണ്ട്. ചിലപ്പോൾ ക്ഷീണം തോന്നും, ചിലപ്പോൾ ഇനി വയ്യ എന്നും മനസ്സ് പറയും. പക്ഷേ ആ ക്ഷീണത്തേക്കാൾ വലുതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു ചിരി. പലരും പറയും, വീട്ടിലല്ലേ, എന്ത് ജോലിയാണ്. പക്ഷേ ഈ വീടിനെ ഒരു വീടാക്കി മാറ്റാൻ എത്ര സ്നേഹവും സമയവും ക്ഷമയും വേണമെന്നത് അത് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയൂ. എല്ലാ സ്ത്രീകളോടും എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യത്തിനും വിലയുണ്ട്. നിങ്ങൾ തയ്യാറാക്കുന്ന ഓരോ ഭക്ഷണത്തിനും, നിങ്ങൾ വൃത്തിയാക്കുന്ന ഓരോ മുറിക്കും, നിങ്ങൾ കരുതലോടെ നോക്കുന്ന ഓരോ കുടുംബാംഗത്തിനും പിന്നിൽ നിങ്ങളുടെ സ്നേഹമാണ്. അതിനിടയിൽ നിങ്ങളെയും മറക്കരുത്. 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കായി മാറ്റിവെക്കൂ. കാരണം സന്തോഷമുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ സന്തോഷമുള്ള ഒരു കുടുംബം സൃഷ്ടിക്കാൻ കഴിയൂ. അങ്ങനെ ഞാൻ ഇന്ന് എനിക്ക് വേണ്ട ചായക്കടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ചായക്കടി കുടിച്ചിട്ടാവാം അടുത്തത് പണി എന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ വീട് വൃത്തിയാക്കുന്നു, മനസ്സും ഒന്ന് വൃത്തിയാക്കുന്നു. അനാവശ്യ ചിന്തകൾ മാറ്റിവെച്ച് പുതിയ പ്രതീക്ഷകളെ സ്വാഗതം ചെയ്യുന്നു. ഓരോ ദിവസവും പൂർണ്ണതയുള്ളതായിരിക്കണം എന്നില്ല, പക്ഷേ ഓരോ ദിവസവും പുതുതായി തുടങ്ങാനുള്ള ഒരു അവസരമാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ദിവസം. ഒരു സാധാരണ സ്ത്രീയുടെ അസാധാരണമായ ജീവിതം. നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിനായി ഓടി നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം, സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും. കാരണം നമ്മൾ ശക്തരാണ്. കലണ്ടറിൽ മാത്രമേ ലീവ് എഴുതിയിട്ടുള്ളൂ, പക്ഷേ ജീവിതം ഇന്നും ഡ്യൂട്ടിയിലാണ്. ഒരു കയ്യിൽ ചൂല്, മറ്റേ കയ്യിൽ സ്വപ്നങ്ങൾ. അടുക്കളയിലെ പുകയിലും തറ തുടയ്ക്കുന്ന ഓരോ നിമിഷത്തിലും ഒരു കുടുംബത്തിൻ്റെയും സന്തോഷം ഒളിഞ്ഞിരിക്കുന്നു. ആരും കൈയടിക്കില്ല, ആരും മെഡൽ തരില്ല. പക്ഷേ ഈ വീട്ടിലെ ഓരോ ചിരിയിലും നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒപ്പുണ്ട്. സ്ത്രീകൾ ക്ഷീണിക്കില്ല എന്നല്ല, ക്ഷീണിച്ചാലും നിൽക്കില്ല, അതാണ് സത്യം എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ കരയാൻ തോന്നും, പക്ഷേ കണ്ണീർ തുടച്ച് വീണ്ടും ജോലിക്കിറങ്ങും. കാരണം നമ്മൾ തോറ്റാൽ ഒരു ദിവസം മാത്രം നഷ്ടമാകും, നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു കുടുംബം മുഴുവൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇന്ന് വീട് മാത്രം വൃത്തിയാക്കുന്നില്ല, മനസ്സിലെ നെഗറ്റീവ് ചിന്തകളും പൊടിതട്ടിക്കളയുകയാണ്. ഓർമ്മിക്കൂ, സ്വയം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഇതാണ് എൻ്റെ ജീവിതം. സാധാരണയെന്ന് തോന്നുന്ന, പക്ഷേ എനിക്ക് ഏറ്റവും വിലപ്പെട്ട ജീവിതം. നിങ്ങളും ഇതുപോലെ ഓരോ ദിവസവും നിശബ്ദമായി പോരാടുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ആരെയും തോൽപ്പിക്കേണ്ട. ഇന്നലത്തെ നമ്മളെക്കാൾ ഇന്നത്തെ നമ്മൾ കുറച്ചുകൂടെ ശക്തരായാൽ മാത്രം മതി. ചില കഥകൾക്ക് വലിയ തുടക്കമൊന്നും ഉണ്ടാകില്ല. അലാറത്തിൻ്റെ ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്ന ഒരു സ്ത്രീ, സ്വന്തം ക്ഷീണം മറന്ന് മറ്റുള്ളവരുടെ ദിവസം മനോഹരമാക്കാൻ ഓടിത്തുടങ്ങുന്ന ഒരു സ്ത്രീ. അതാണ് ഈ കഥ. പലരും ചോദിക്കും, വീട്ടിലല്ലേ, എന്ത് ജോലിയുണ്ട്. പക്ഷേ ഒരു സ്ത്രീയുടെ ദിവസം ഒരിക്കൽ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അടുക്കളയിൽ തീ കത്തും, അതോടൊപ്പം അവളുടെ സ്വപ്നങ്ങളും നിശബ്ദമായി കാത്തിരിക്കും. കുട്ടികളുടെ ചിരിക്കും പിന്നിൽ അവളുടെ ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്.
വീടിൻ്റെ വൃത്തിക്ക് പിന്നിൽ അവളുടെ വിയർപ്പുണ്ട്. എല്ലാവരുടെയും വയറു നിറയുമ്പോൾ പലപ്പോഴും അവസാനം ഭക്ഷണം കഴിക്കുന്നത് അവളാണ്. എന്നിട്ടും ആരും കൈയടിക്കാറില്ല, ആരും മെഡൽ കൊടുക്കാറുമില്ല. പക്ഷേ അവൾ നിർത്തുന്നില്ല. കാരണം അവൾക്കറിയാം, ഈ വീട്ടിൻ്റെ ഹൃദയമിടിപ്പ് താനാണെന്ന്. ചില ദിവസങ്ങളിൽ അവൾ തളരും, കാരണമില്ലാതെ കരയും. പക്ഷേ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ആരെങ്കിലും വില കൊടുക്കുന്നുണ്ടോ എന്ന് സ്വയം ചോദിക്കും. പക്ഷെ ഓർക്കൂ, ഒരു അമ്മയുടെ സ്നേഹം, ഒരു ഭാര്യയുടെ കരുതൽ, ഒരു മകളുടെ പുഞ്ചിരി, ഒരു സ്ത്രീയുടെ സഹനം, ഇവയൊന്നും അളക്കാൻ കഴിയുന്ന ഒന്നല്ല. സ്ത്രീ എന്നത് വെറും ഒരു പേരല്ല, ഒരു ശക്തിയാണ്, ഒരു ധൈര്യമാണ്, ഒരു പ്രതീക്ഷയാണ്. ഒരു കുടുംബത്തെ ഒരുമിച്ച് നിലനിർത്തുന്ന കാണാൻ കഴിയാത്ത ഒരു നൂലാണ്. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് സ്നേഹം കാണിക്കും, പക്ഷേ സ്വയം സ്നേഹിക്കാൻ മറക്കും. സത്യമല്ലേ ഞാൻ പറയുന്നത്? കാരണം നിങ്ങൾ സന്തോഷമുള്ളപ്പോൾ മാത്രമേ നിങ്ങളുടെ കുടുംബവും കൂടുതൽ സന്തോഷമുള്ളതാകൂ. മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യരുത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതം. ഓരോ വീടിനും ഓരോ സ്ത്രീക്കും അവരുടേതായ പോരാട്ടമുണ്ട്. അതിനാൽ സ്വന്തം യാത്രയെ സ്നേഹിക്കൂ, ഓരോ ചെറിയ വിജയവും ആഘോഷിക്കൂ. ഇന്ന് വീട് വൃത്തിയായോ? അത് ഒരു വിജയമാണ്. കുട്ടികളെ ചിരിപ്പിച്ചോ? അതും ഒരു വിജയമാണ്. നിങ്ങൾ ഇന്ന് കരഞ്ഞിട്ടും വീണ്ടും എഴുന്നേറ്റോ? അതാണ് ഏറ്റവും വലിയ വിജയം. ഒരിക്കലും മറക്കരുത്, നിങ്ങൾ ക്ഷീണിക്കുന്നത് ബലഹീനത കൊണ്ടല്ല, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ സഹായം ചോദിക്കൂ, കുറച്ചു വിശ്രമിക്കൂ, നിങ്ങളെയും നിങ്ങൾ സ്നേഹിക്കൂ. നിങ്ങൾ ഒരു സൂപ്പർ വുമൺ ആകേണ്ടതില്ല, നിങ്ങളായാൽ മതി. അവസാനമായി, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വിലമതിക്കപ്പെടുന്നു. നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തെ മനോഹരമാക്കുന്നു. അതുകൊണ്ട് പുഞ്ചിരിയോടെ മുന്നോട്ട് നടക്കൂ. ഒരു ദിവസം നിങ്ങളുടെ പരിശ്രമത്തിന് ജീവിതം തന്നെ മറുപടി നൽകും. ഓർമ്മിക്കൂ, ഒരു സ്ത്രീ തോൽക്കുന്നത് അവൾ വീഴുമ്പോഴല്ല, വീണ്ടും എഴുന്നേൽക്കാൻ തീരുമാനിക്കാതിരിക്കുമ്പോഴാണ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? അതുകൊണ്ട് എഴുന്നേൽക്കൂ, പുഞ്ചിരിക്കൂ, സ്വപ്നം കാണൂ, ജീവിതം മനോഹരമാക്കൂ. കാരണം നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു കുടുംബത്തിൻ്റെ ശക്തിയാണ്. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. ജീവിതം എല്ലാ ദിവസവും സിനിമ പോലെ മനോഹരമാകണമെന്നില്ല. ചില ദിവസങ്ങൾ ചിരിയുണ്ടാകും, ചില ദിവസങ്ങളിൽ ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ ആരും കാണാത്ത കണ്ണുനീരും ഉണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, നമ്മൾ വീഴാതെ ജീവിക്കുന്നവരല്ല ശക്തരാകുന്നത്, വീണാലും വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് ഒരു പെർഫെക്റ്റ് ജീവിതമല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ, ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ, ഒരു ജോലിക്കാരിയുടെ യഥാർത്ഥ ദിവസമാണ്. നിങ്ങളുടെ ജീവിതവും ഇതുപോലെയാവണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളിൽ പലരും ഒരേ യാത്രയിലാണ്. അതുകൊണ്ട് സ്വയം കുറച്ച് സ്നേഹിക്കൂ. ചെയ്ത ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വയം അഭിനന്ദിക്കൂ. കാരണം എല്ലാ ചെറിയ ശ്രമങ്ങളും ഒരു ദിവസം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂടെ ഈ യാത്രയിൽ തുടർന്നിരിക്കൂ. ഇനിയും ഒരുപാട് യഥാർത്ഥ നിമിഷങ്ങളും ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും നമുക്ക് ഒരുമിച്ച് പങ്കിടാം. ജീവിതം ഇങ്ങനെയല്ലേ, ഓരോ ദിവസവും ഓരോ കഥകൾ. ചില ദിവസങ്ങൾ എളുപ്പമായിരിക്കും, ചില ദിവസങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും. പക്ഷെ അവസാനം നമ്മളെ കാത്തിരിക്കുന്ന വീട്ടിലേക്കുള്ള ഈ യാത്ര, അതിന് ഒരു പ്രത്യേക സുഖമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചെറിയ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശ്രദ്ധയോടെ ഇരിക്കൂ, സന്തോഷത്തോടെ ഇരിക്കൂ. ബൈ ഫ്രണ്ട്സ്.